ഉപഭോക്താവിനെ ആകർഷിക്കാൻ വേണ്ടി പഴക്കച്ചവടക്കാരൻ ഡിസ്പ്ലേയിൽ പഴുത്ത മാങ്ങ പൂളി വെച്ചിരിക്കുന്നതല്ലിത്. ഒരു മനുഷ്യൻ്റെ പച്ചമാംസം കാലി ചെത്തി മാറ്റപ്പെട്ട ഒരു മനുഷ്യൻ്റെ നിസ്സഹായമായ അവസ്ഥയാണ് ഞാനും നിങ്ങളൊക്കെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, കഴിഞ്ഞ ദിവസം ഉസ്താദ് ഹംസ വൈദ്യരുടെ എൻ്റെ മകളുടെ ചികിത്സാർത്ഥം വന്ന് പോകേണ്ടി വന്നു. ഒരു 10 മിനിറ്റ് എന്തെല്ലാം തരത്തിലുള്ള ചിന്തയും എന്തെല്ലാം തരത്തിലുള്ള വിചാരങ്ങളുമാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ മനസ്സിൽ ഇട്ടു തന്നെന്നുള്ളതാണ്. ഈ ലോകത്ത് വർഗീയതയും കുത്തിത്തിരിപ്പും വിദ്വേഷവും പച്ച തോന്നിവാസമൊക്കെ പറഞ്ഞു നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഒരു 10 മിനിറ്റ് നമ്മുടെ ഹംസ വൈദ്യരുടെ പോയിരുന്നാൽ മതി. ഇത് ഹംസ വൈദ്യരുടെ ചികിത്സാലയത്തിൻ്റെ പ്രൊമോഷൻ ഒന്നും ഇല്ല. ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊമോഷനൊന്നും ആവശ്യമേ ഇല്ല. ഒരു ദിവസം 10,000-കണക്കിന് മനുഷ്യർ, നിരാലംബരായ നിസ്സഹായരായ മനുഷ്യർ അവിടെ വന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും കുറിപ്പിനെയും കുറിച്ച് പല ആംഗിലുള്ള അഭിപ്രായങ്ങളും പലരും പോകുന്നത്. ഇത് അതൊന്നുമല്ല, നമ്മൾ ചികിത്സയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ആളുകൾ രോഗം വന്നിട്ട് വേദന തിങ്ങിയിട്ട് എവിടുന്നെങ്കിലും ഒന്ന് രോഗം മാറിയാൽ മതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ നടക്കാം. ഞാൻ കണ്ട ഒരു നേർക്കാഴ്ചകളോട് പറയുകയാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ചെറിയ തടിപ്പ് വന്നതാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞതുപോലെ 60% 70% വരുന്ന ഡോക്ടർമാർക്ക് ഈ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനമില്ല. ഈ വിദ്യാഭ്യാസം എന്നുള്ളത്, ഈ ഡോക്ടറേറ്റ് എന്നുള്ളതൊക്കെ മനുഷ്യർക്ക് ജോലിക്കും അവരുടെ ജീവിത ഉപാധിക്കും വേണ്ടിയൊക്കെ എടുക്കുന്നൊരു സംഗതിയായി മാറി. അത് ധാർമ്മികത തൊട്ട് തീണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം പഠിക്കുന്നത്, മനുഷ്യൻ വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളത് മനുഷ്യൻ സാംസ്കാരികമായി ഔന്നത്യം പ്രാപിക്കാനും മനുഷ്യത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇതൊന്നും ഇല്ലെന്നേ. ഈ കാല് ഈ മാങ്ങ പൂളുന്ന പോലെ ചെത്തി വെച്ചതിന് ഏകദേശം 5 ലക്ഷം രൂപ മനുഷ്യൻ്റെ മൊത്തം ചിലവായിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? കാലിൻ്റെ അസ്ഥി വരെ പുറത്ത് കാണാം. വേദന വന്നിട്ട് എൻ്റെ റബ്ബേ, ആ മനുഷ്യൻ ഭാര്യയുടെ ആ തട്ടത്തിൻ്റെ കോന്തനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ച റബ്ബിനാണ് സത്യം. അവിടെ ഈ കാല് ഈ രൂപത്തിൽ ചെത്തി മാറ്റപ്പെട്ട ഈ ഹംസ വൈദ്യരെ ചികിത്സിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാളെക്കാൾ വേദന തിന്നതും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതും അവിടെ കൂടി തടിച്ചുകൂടിയ മനുഷ്യന്മാരാണ്. കാരണം സഹിക്കുന്നില്ല ഇത് കണ്ടിട്ട്. എൻ്റെ ഈ നാവിയുടെ ഭാഗത്ത് നിന്നിട്ട് തരിപ്പിങ്ങനെ കയറുകയാണ്. പച്ച മാംസമല്ലേ ഈ കാണുന്നത്. ഞാൻ നിങ്ങളോട് എന്തിനാണ് ഈ വീഡിയോ പങ്കുവെച്ചെന്ന് പറഞ്ഞല്ലേ, നമുക്കൊരു അസുഖം വരുമ്പോൾ ഒരു ഡോക്ടർ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ആ റിസൾട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതിന് വേറെ എന്തെങ്കിലും ചികിത്സയുണ്ടോ, മാർഗമുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണേ. ഒരു കുരു വന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. ഒരു ഡോക്ടറെ ചികിത്സിച്ചതിൻ്റെയാണ്, അയാളുടെ വാക്ക് കേട്ടതിൻ്റെ ആ പര്യവസാനമാണ് ഈ കാണുന്നത്. അങ്ങനെ അവസാനം ഹംസ വൈദ്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പാടുപോലുമില്ലാതെ പൂർവാധികം സ്ഥിതിയിലേക്ക് പടച്ച തമ്പുരാൻ്റെ ഇതിനോടുകൂടി ഞാൻ ഇത് മാറ്റിത്തരും. അവൻ തന്ന കഴിവുകൊണ്ട് ഞാൻ മാറ്റിത്തരും. പക്ഷേ പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം ഈ 3 ഭക്ഷണമല്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന കർശനമായ കഠിനമായ ഉപാധികളോടുകൂടിയാണ് ചികിത്സിക്കാൻ തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് പറയുകയും വേണം, അത് ഏറ്റെടുക്കുകയും വേണം, സാക്ഷ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത്, ഞാൻ ഈ വീഡിയോ നിങ്ങളോടൊക്കെ പങ്കുവെച്ചതും പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ചികിത്സിച്ച് നിങ്ങൾ അവസാനിപ്പിക്കരുത്. മറ്റെന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നിങ്ങൾ തിരക്കണം. കൂട്ടത്തിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലുള്ള ആതുരാലയങ്ങൾ, ഇതുപോലെ ചികിത്സാലയങ്ങളിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ വലിയ ചിന്തയും പാഠമൊക്കെ നമുക്ക് തരും. ഇവിടെ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടവരുണ്ട്, തട്ടവിട്ട സ്ത്രീകളുണ്ട്, കുരിശുമാല ധരിച്ച ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചികിത്സ കിട്ടാൻ വേണ്ടി. കാരണം ഇവിടെ മനുഷ്യർക്ക് ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ, ഒറ്റ രോഗം മാറണം. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് വേദന കൊണ്ട് ഞാൻ പൊളയുകയാണ്, എനിക്ക് ഒരു മാർഗ്ഗവുമില്ല, എങ്ങനെയെങ്കിലും എൻ്റെ രോഗം മാറി കിട്ടിയാൽ നിന്ന്. അപ്പോൾ മനുഷ്യൻ ഫോക്കസ് ചെയ്യുന്നത് അവൻ്റെ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുന്നവനല്ലേ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് വിദ്വേഷമൊക്കെ പറയാൻ പറ്റും. താടിയുള്ളവനെയും തട്ടവിട്ടവനെയും തലപ്പാവുകാരനെയൊക്കെ കാണുമ്പോൾ പേടി വരുമെന്ന് പറയും. ഇവിടെ ഇപ്പം ആർക്കും പേടിയില്ലല്ലോ. ഹംസ വൈദ്യരുടെ മുമ്പിൽ വരുമ്പോൾ ആർക്കും ഒരു പേടിയില്ല. അദ്ദേഹം എല്ലാ മനുഷ്യരോടും സുട്ടാവായ പടച്ചതമ്പുരാനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സാക്ഷിയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം എന്താ, എല്ലാവർക്കും ഏതെങ്കിലും വഴിയിൽ എൻ്റെ രോഗം മാറിയാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് പടച്ച റബ്ബ് മാരകമായ രോഗങ്ങളിൽ നമ്മളെയൊക്കെ കാക്കട്ടെ. അതുകൊണ്ട് വീണ്ടും പറയാണ്, ഒരു രോഗം വരുമ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു തന്നെയാണ് അവസാന വാക്കെന്ന് കരുതി പോകണ്ട. മറ്റു വഴികളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ നോക്കണം. ഇൻഷാ അല്ലാഹ്.